നമ്മുടെ മുഖത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെയിൻ സ്ട്രക്ചറാണ് നമ്മുടെ മൂക്ക്. മിക്ക ആൾക്കാരും നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് പോകുന്നത് നമ്മുടെ കണ്ണിലേക്കും മുഖത്തിൻ്റെ ഇത്രയും ഭാഗത്തിലേക്കായിരിക്കും, ഈ ടി ഷേപ്ഡ് ഭാഗത്തിലേക്ക്, ചിലപ്പോൾ നമ്മുടെ വായിലേക്കും ആയിരിക്കും അവരുടെ ശ്രദ്ധ പോവുക. അപ്പോൾ അതിലെ സെൻറ്ററിലുള്ള സ്ട്രക്ചറാണ് നമ്മുടെ നോസ്. സോ നോസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ, മോഡൽസ്, മൂവി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, അവരൊക്കെ നോസ് ഷേപ്പും സൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ മൂക്കിൻ്റെ സർജറി? ഇതിൻ്റെ പേരാണ് റൈനോപ്ലാസ്റ്റി. റൈനോ എന്ന് പറഞ്ഞാൽ മൂക്ക്, പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറ്റുക. റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സർജറി അല്ല. ഓരോ ആൾക്കാരുടെയും ഇഷ്ടാനുസരണം അവർക്ക് വേണ്ട രീതിയിലേക്ക് മൂക്ക് കടഞ്ഞെടുക്കുക എന്നുള്ളതാണ് റൈനോപ്ലാസ്റ്റിയുടെ ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ, ഒരു പുരുഷന്മാരിൽ മൂക്ക് സാധാരണ കുറച്ചും കൂടി ഇങ്ങനെ പ്രോമിനൻ്റ് ആയിരിക്കും, കുറച്ച് സൈസ് കൂടുതലുണ്ടാവും, കുറച്ച് അടിയിലേക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ മൂക്കിൻ്റെ ഈ രണ്ട് നോസ്ട്രിൽസ് എന്ന ഓട്ടകൾ അങ്ങനെ പ്രോമിനൻ്റ് കാണുന്നില്ല. എന്നാൽ സ്ത്രീകളിൽ കുറച്ച് മൂക്കിൻ്റെ ഈ ടിപ്പ് കുറച്ച് മുകളിലേക്കായിരിക്കും. നേരിട്ട് കാണുമ്പോൾ അവരുടെ മൂക്കിൻ്റെ അകത്ത് ആ നോസ്ട്രിൽസിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും. ഇതുവരെ ഇതിങ്ങനെ പ്രത്യേകിച്ച് നോട്ടീസ് കാണില്ല, പക്ഷേ സബ് കോൺഷ്യസ്ലി ഇത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. യൂഷ്വലി മെയിൽസിൽ കുറച്ച് സൈസ് കൂട്ടി അടിയിലേക്കുള്ള മൂക്കും, ഫീമെയിൽസിൽ കുറച്ചും കൂടി ഷേപ്പായിട്ട് ഇങ്ങനെ ഒരു കേർവായിട്ടുള്ള മൂക്കുമാണ് സാധാരണ സ്യൂട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, പക്ഷേ യൂഷ്വലി ഇതാണ് അതിൻ്റെ ട്രെൻഡ്. മെയിനായിട്ട് റൈനോപ്ലാസ്റ്റി ചെയ്യാൻ വരുന്നത്, അൺലൈക്ക് അതർ കോസ്മെറ്റിക് സർജറീസ്, യൂഷ്വലി ഫീമെയിൽസ് ആണ് കോസ്മെറ്റിക് സർജറി കൂടുതൽ വരുന്നത്. പക്ഷേ റൈനോപ്ലാസ്റ്റിയിൽ ഓൾമോസ്റ്റ് 50-50 ആണ്, ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേരും. ഇനി സ്ത്രീകളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൂക്കിനെ കുറച്ചും കൂടി നാരോ ആക്കുക. ആ ടിപ്പിൻ്റെ ഒരു ഉണ്ട പോലത്തെ ടിപ്പാണെങ്കിൽ അതിനെ കുറച്ചും കൂടി ഡിഫൈൻഡ് ആക്കുക, മൊത്തം വീതി കുറയ്ക്കുക. ആൻഡ് അതിൻ്റെ ഡോൾസം, ഈ ഒരു മൂക്കിൻ്റെ ഈ ഡോൾസം എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടി ഇങ്ങനെ കർവ് ആക്കുക. സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻലി ഫീമെയിൽസിൻ്റെ റൈനോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി മെയിൽസിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങിയ മൂക്കായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരിൽ കുറച്ചുകൂടി ഫെമിനിൻ ഫീച്ചറാണത്. അത് കുറച്ചും കൂടി നീളം കൂട്ടാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഹമ്പ് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. സൈസ് നമുക്ക് കൂട്ടാനും പറ്റും. ചിലർക്ക് വളരെ ചെറിയ മൂക്കാണ്, എൻ്റെ ഫേസിൽ ഒരു മാസ്കുലിൻ ഫേസാണ്, പക്ഷേ മൂക്ക് മാത്രം ചെറുതായി പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടാൻ വേണ്ടി വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരിലും അവരുടെ ഇഷ്ടാനുസരണം മൂക്കിൻ്റെ നീളം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ, വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ, അതിൻ്റെ ഹൈറ്റ് പ്രൊജക്ഷൻ മുമ്പോട്ട് എത്ര തള്ളി നിൽക്കുന്നുള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ മൂക്കിൻ്റെ ഓട്ടയുടെ സൈസ് കുറയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെല്ലാം കൂടി ചേർന്നിട്ട് അതിന് എല്ലാവരും അംബ്രല്ല ടേം റൈനോപ്ലാസ്റ്റി. ജനറലി റൈനോപ്ലാസ്റ്റി സർജറിയിൽ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഹൈ. കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അൺലൈക്ക് റെസ്റ്റ് ഓഫ് ദ ഫേസ് മൂക്കിൽ കുറച്ച് നീരുണ്ടാവും, പക്ഷേ ഒരു 10 days അഥവാ 14 days സോഷ്യലി പ്രസൻറ്റബിൾ ആവും. എന്നാലും ബാക്കി ഒരു ചെറിയ നീരുണ്ടാവും, അത് ഫ്യൂ വീക്സ് കഴിയുമ്പോഴേക്കും മാറാറുണ്ട്. ഇതിൽ കോംപ്ലിക്കേഷൻസ് ആർ വെരി വെരി ലെസ് ഇൻ റൈനോപ്ലാസ്റ്റി. ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോവുക, അങ്ങനത്തെ അസിമെട്രി, അതൊക്കെ വളരെ വളരെ റെയറാണ്. ഒരു ദിവസം വന്ന് ചെയ്ത് മിക്കവാറും നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ സാധാരണ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്പ്ലിൻ്റ് ഇങ്ങനെ ഉണ്ടാവും. അത് യൂഷ്വലി ഒരാഴ്ചത്തോളം ഉണ്ടാവും. ലോങ് ടേം ഒരു മെഡിക്കേഷൻസോ മരുന്നുകളൊന്നും റൈനോപ്ലാസ്റ്റിയിൽ ആവശ്യമില്ല. ഇതിലെ പെയിൻ സ്കോർ, ഓരോ സർജറിക്ക് ഒരു പെയിൻ ലെവലുണ്ട്. അത് 0 എന്ന് പറഞ്ഞാൽ ഒട്ടും പെയിനില്ല, 10 എന്ന് പറഞ്ഞാൽ വളരെയധികം പെയിനുള്ള ഒരു സ്കെയിലുണ്ട്. അതിൽ മിക്ക ആൾക്കാരും റൈനോപ്ലാസ്റ്റി സർജറിക്ക് കൊടുക്കുന്നത് സ്കോർ 10-ൽ 2-ഓ 3-ഓ മാത്രമായിരിക്കും. വളരെ കംഫർട്ടബിളായ പ്ലസൻറ്റ് റിക്കവറിയാണ് സാധാരണ റൈനോപ്ലാസ്റ്റിയിലുള്ളത്.